ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പുരാതനമായ ഒരു ജൈനമത ക്ഷേത്രത്തിലേക്കാണ്. പാലക്കാട് ജില്ലയിലുള്ള ജൈനമതക്ഷേത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത്. ദിഗംബര ജൈനമതക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. 24 തീർത്ഥങ്കരന്മാരിൽ 8ാമനായ ചന്ദ്രപ്രഭയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. മൈസൂർ ആസ്ഥാനമായ മൈസൂർ ജൈന ബസ്തി ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം നിലനിന്നു പോരുന്നത്. ഒരു ജൈന കുടുംബം ഇവിടെ താമസിച്ചു വരുന്നു. ഇതിൻ്റെ പരിപാലനവും പൂജാകർമ്മങ്ങളുമൊക്കെയായി അദ്ദേഹം ഈ ക്ഷേത്രം പരിപാലിച്ചു പോരുന്നു. ഞാനും പങ്കാളിയുമായി ആ ക്ഷേത്രമൊന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടെ പാലക്കാട്ടെത്തിയപ്പോൾ അവിടെ വരെ ഒന്ന് എത്തി നോക്കിയതാണ്. ചരിത്ര നിർമ്മിതികളാണ് ജൈനമത ക്ഷേത്രങ്ങളുടെ പ്രത്യേകത. ഇത്തരം പഴക്കമുള്ള ഒരു ക്ഷേത്രം പെരുമ്പാവൂർ, അതായത് കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ കല്ലിൽ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ജൈനമത ക്ഷേത്രം ഒന്ന് ചുറ്റിക്കണ്ട് അതിൻ്റെ താഴ്വഴിയായി ഇത് പരിപാലിച്ചു പോരുന്ന ആ കുടുംബത്തെ ഒന്ന് ആ കാണുന്ന വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തെ ഒന്ന് തുറന്നു കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തോടത് പറയുകയും അദ്ദേഹം അതിന് അനുവാദം നൽകുകയും ചെയ്തു. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ കൽത്തൂണുകളും അതിൻ്റെ നിർമ്മിതികളുമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് പരതുകയാണ്. മേൽക്കൂരകളൊക്കെ പുതുക്കി പണിതതാണ്. എന്നാൽ കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങളാണ് ജൈനമത ക്ഷേത്രങ്ങളിൽ അധികവും. ജൈനമതം ഒരു കാലത്ത് കേരളത്തിലും കർണാടകത്തിലുമൊക്കെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന മതമാണ്. അതിനുശേഷം ബ്രാഹ്മണാധിപത്യം കൊണ്ടും ടിപ്പുവിൻ്റെ പടയോട്ടങ്ങൾ കൊണ്ടും ആഭ്യന്തരമായ ജീർണതകൾ കൊണ്ടുമൊക്കെ ജൈനമതം ശോഷിച്ചുപോയി. അതിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്ന അപൂർവം ചില ക്ഷേത്രങ്ങൾ. അപൂർവം കുടുംബങ്ങളും അങ്ങിങ്ങായി നിലനിന്നു പോരുന്നു. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കരിങ്കല്ലിലാണ് എന്ന് പറഞ്ഞല്ലോ. മുഴുവനും കരിങ്കല്ലുകൾ കൊണ്ട് തീർത്ത ഭിത്തികളും അതുപോലെ താഴികക്കുടങ്ങളുമൊക്കെ ആയിരുന്നു. പിന്നീട് കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തി പുതുക്കി പണിതിട്ടുണ്ട് എന്ന് മാത്രം. ഈ കാണുന്ന ബോർഡുകളിൽ തന്നെ അത് കർണാടക മൈസൂർ ജൈന ബസ്തി ട്രസ്റ്റിൻ്റെ കീഴിലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ജൈനമതത്തിൻ്റെ ചില സിംബലുകളും പൊടിപ്പും തൊങ്ങലുമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിലൊക്കെ അങ്ങിങ്ങായി നമുക്ക് കാണുവാൻ കഴിയും. വാസ്തുവിദ്യാപ്രകാരവും അതുപോലെ സമ്പന്നമായ സംസ്കാരങ്ങളുടെ ഒരു സമ്മിശ്ര മേളനവുമൊക്കെ ജൈനമതം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ജൈനമതങ്ങളും ബുദ്ധമതങ്ങളും അങ്ങനെ പുരാതനമായ ഒരുപാട് മതങ്ങൾ, ഒരുപാട് സംസ്കാരത്തെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ വാർത്തെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ സംസ്കൃതികളും സംസ്കാരങ്ങളുമൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിത്യനിദാനമായ സമ്പർക്കങ്ങളിലുമൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഒരു മതത്തിനും പ്രത്യേകിച്ച് ഒരു കാലത്തും മാത്രമായി നിലനിൽപ്പില്ലല്ലോ. എന്നാൽ വന്നു പോകുന്ന ഓരോ മതങ്ങളുടെയും സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിൻ്റെ ശേഷിപ്പുകളായി കുറച്ച് സംസ്കാരങ്ങളുമൊക്കെ നിലനിന്ന് പോകും. അങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങളും മതങ്ങളും മതങ്ങളുടെ ആചാരങ്ങളും കർമ്മങ്ങളും ആ കർമ്മപദ്ധതികളുമൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സമുദായങ്ങളുടെയും ജീവിത രീതിയിലും നിലനിന്ന് പോരുന്നു. കാരണം നല്ല വസ്തുതകളൊക്കെ സംസ്കൃതികളായി മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിന്ന് പോകും എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ ക്ഷേത്രമൊക്കെ ചുറ്റിക്കണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഇത് തുറന്നു കാണിക്കാമെന്നുള്ള വരവാണ്. അദ്ദേഹം വന്ന് ക്ഷേത്രം മെല്ലെ തുറന്ന് അകത്ത് കയറി മണി അടിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിലേക്ക് കയറിയത്. അങ്ങനെ അദ്ദേഹം വിളക്ക് തെളിച്ചതിന് ശേഷം ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയും ഭക്തിയോടെയും കൂടി ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് തിരി തെളിച്ച് ആ ശാന്തമായ അന്തരീക്ഷം ഞങ്ങളെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ചരിത്രവും ഐതിഹ്യവും എല്ലാം കൂട്ടിയിണക്കിയ ആ സംസ്കൃതിയെക്കുറിച്ച്
ഒരു ചെറു ലഘു വിവരണം അദ്ദേഹം തന്നിരുന്നു. ആ വിവരണമാണ് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പകർന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങൾ. ആ കാണുന്നതിനകത്താണ് ശ്രീകോവിൽ. ശ്രീകോവിലിൽ ഞാൻ പറഞ്ഞു 24 തീർത്ഥങ്കരന്മാരിൽ 8ാമനായ ചന്ദ്രപ്രഭയുടെ പേരിലാണ്, ചന്ദ്രപ്രഭയുടെ സാന്നിധ്യമാണ് ക്ഷേത്രത്തിൻ്റെ അകത്തളം. കുറച്ച് ചില സിമ്പിളുകളൊക്കെ മറ്റുമറ്റുമായി അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. എല്ലാത്തിനെയും കൂടെ വിശദീകരിക്കാൻ നമുക്കിവിടെ കൊച്ചു വീഡിയോയിൽ ഒതുങ്ങില്ല എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതലായി ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഈ കാണുന്ന മന്ത്രങ്ങളുമൊക്കെ അവിടുത്തെ പൂജാകർമ്മങ്ങളുടെ പ്രത്യേകതകളും ഐതിഹ്യങ്ങളുമാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തളവും തീർത്ഥങ്കരന്മാരുടെ ശേഷിപ്പുകളും അതുപോലെ വാസ്തുവിദ്യയുടെ ആ സമ്മിശ്ര ലാളനവുമൊക്കെ ഒത്തുകണ്ട് മനസ്സ് നിറയെ ആസ്വദിച്ച് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പച്ചപ്പാണൻ്റെ സന്തോഷം ഇത്തരം കേരളത്തിൻ്റേതെന്നല്ല ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പായ ചില തിരുശേഷിപ്പുകളൊക്കെ കണ്ടു മടങ്ങുമ്പോൾ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് പകരാനും ശ്രമിക്കുക. പച്ചപ്പാണൻ്റെ സന്തോഷം ഇത്തരം വീഡിയോകളുമൊക്കെ നിരന്തരമായി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ പേര് മറന്നുപോയി. അവിടുത്തെ പൂജാകർമ്മങ്ങളിൽ ചില സാമ്പിളുകളാണ് എണ്ണയും പൂവും. അതൊക്കെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയും കയ്യിൽ തരികയും ഒക്കെ ചെയ്തു. അതെല്ലാം ഏറ്റുവാങ്ങി ഞങ്ങൾ 2000 വർഷം പഴക്കമുള്ള ഈ ജൈനമത ക്ഷേത്രത്തോട് അതിൻ്റെ കടപ്പാടും ചുറ്റുവട്ട കാഴ്ചകളും ആസ്വദിച്ച് ആ കടപ്പാടിനെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പാലക്കാട് ജില്ലയിലെ വ്യത്യസ്ത കാഴ്ചകൾ ഇനിയും നമുക്ക് ഒരുപാട് കാണുവാനുണ്ട്. ഈ ജൈനമത ക്ഷേത്രത്തിൻ്റെ ഭീമാകാരനായ ആ ബെല്ല് അല്ലെങ്കിൽ ആ മണി ഒന്നടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ആചാര ലംഘനമാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മെല്ലെ ക്ഷേത്രം വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ കാഴ്ചകൾ ഇനിയും പുതിയ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതുവരേക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ കാണുന്ന ഒരു കൊച്ചു കുടിൽ ഇവിടും ഒരു മനുഷ്യൻ്റെ വീടാണ്. അദ്ദേഹം പണിക്ക് പോയിരിക്കുന്നു. വേറൊരു മനുഷ്യൻ്റെ ഏകമായ ഒരു ഓലമേഞ്ഞ കുടിൽ. ഇന്നിത് അപൂർവ കാഴ്ചകളാണ്. ആ കാഴ്ചയോടുകൂടി ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.